ഹലോ ഗൈസ്, നമ്മളന്ന് കളിക്കാൻ പോകുന്നത് ഈ ഫുട്ബോളാണ്. ഈ ഫുട്ബോൾ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരു പാക്ക് വന്നിട്ടുണ്ട്. പട സാധനമാണ്, റൊണാൾഡീനിയോ ഒക്കെ ഉള്ള പാക്കാണ്. അത് നമുക്ക് 9 എണ്ണം നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഗൈസ്, കണ്ടോ 9 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കാർഡിൻ്റെ. ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് ഇത്ര അധികം ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കറക്കാൻ പോവാ കേട്ടോ. നമുക്ക് കുറച്ച് ഇതൊക്കെ ചെയ്യാണ്ട്, ട്രിക്ക് ചെയ്താൽ കിട്ടുമെന്ന് തോന്നുന്നു. നമുക്ക് ട്രിക്ക് ചെയ്ത് നോക്കാം. ഞാൻ ചെയ്തിട്ട് ഇതെടുത്തിട്ട് അങ്ങനെയൊക്കെ ട്രിക്ക് ചെയ്യാം. നമുക്ക് ട്രിക്ക് ചെയ്താൽ കിട്ടേണ്ടതാണ്. ഇനി നമുക്ക് ഞാനൊരു യൂട്യൂബറിൻ്റെ കണ്ട ട്രിക്കാണ്. വർക്കാവുമെന്ന് അറിയില്ല. കണ്ടോ ഗൈസ്, കുറേ പേരുണ്ട്. റോബർട്ടോ കാർലോസ്, ബെക്കാം, റൊണാൾഡീനിയോ, അങ്ങനെ കുറേ പേരുണ്ട്. കണ്ടോ ഗൈസ്, ഡിയാഗോ ഫോർലാൻ, റോബർട്ടോ കാർലോസ്, ഫ്രാങ്ക് ലെംബാർഡ്, ജെറാഡ്, റിവാൾഡോ, അങ്ങനെ കുറേ പേരുണ്ട് ഗൈസ്. റൗള്, ഇവരൊക്കെ നന്നായി കളിക്കുന്ന ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സ്പിന്നടിക്കാം ഗൈസ്. കിട്ടുമെന്ന് അറിയില്ല. അവസാനമായിട്ട് ഈ 3 പേരെ നിൽക്കാം. കിട്ടിയ ഗൈസ് 9 എണ്ണത്തിൽ കിട്ടിയ പൊളിക്കും ഗൈസ്. കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറക്കി വെക്കാം. കിട്ടണേ. അയ്യോ ഗൈസ്, എന്തോ ഇത് സാധാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ സ്കിപ്പ് അടിച്ചിട്ടുണ്ട് ഗൈസ്, സാധയായിരുന്നു. നമുക്ക് ഞാൻ അടുത്ത് കറക്കി വെക്കാം. കിട്ടിയില്ലെങ്കിൽ വിഷമാവും ഗൈസ്. നമ്മൾ കുറേ പ്രാവശ്യം കറക്കിയിട്ട് ഒന്നും കിട്ടാണ്ട് നിന്നുണ്ട് ഗൈസ്. ഇതിലെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ മതി ഗൈസ്. കിട്ടണേ. അയ്യോ, ഭാഗ്യനെയും കിട്ടും ഗൈസ്, അത്രേ പറയാനുള്ളൂ. ഇതിലും കിട്ടിയില്ലേ ഗൈസ്. എന്ത് ചെയ്യാനാ ഗൈസ്, ലക്ക് ഭയങ്കര കുറവായി പോയി. നമുക്ക് ഡേവിഡ് ബെക്കാമിനെ പിടിക്കാം. നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മൾ കുറേ കാലമായി കളിച്ചിട്ട് ഇപ്പോൾ വീണ്ടും ഒന്ന് തുടങ്ങുന്നതാണ്. കുറേ കാലമായി ഇങ്ങനെ കറക്കിയിട്ടൊക്കെ, പിന്നെ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോഴൊന്നും കറക്കിയിട്ട് കുറേ ഞാൻ ടീം കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് അവസാനം ടീം കാണിച്ചു തരാം ഗൈസ്. ആരും ലെഫ്റ്റ് അടിച്ച് പോകല്ലേ ഗൈസ്, അവസാനം വരെ കാണുക ഗൈസ്. പിന്നെ നിങ്ങൾ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ പറ്റും ഗൈസ്. നമ്മളിപ്പോൾ 1000 സബ്സ്ക്രൈബർ അടിക്കാനാണ് പ്ലാൻ. പക്ഷേ പെട്ടെന്നൊന്നും ആവില്ല. നിങ്ങളുടെ സപ്പോർട്ടും പിന്നെ പ്രോത്സാഹനമൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ലൈക്ക് അടിക്കുക. കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഇനി നമ്മൾ ഒന്നും തൊടുന്നില്ല ഗൈസ്. തൊടാണ്ട് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ കറക്കിണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടുന്നില്ല ഗൈസ്. കുറേ കറക്കിയിട്ടും കിട്ടുന്നു ഗൈസ്. കിട്ടിയില്ലെങ്കിൽ പെട്ടുപോകും ഗൈസ്. ഇത്ര ഉണ്ടാക്കി ഇതൊക്കെ വെറുതെ ആവും. ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല ഇതുവരെ ആയിട്ടും. എന്താ ഗൈസ് കിട്ടാത്ത? അവസാനത്തേലും കിട്ടിയ ഭാഗ്യം ഉണ്ടെന്ന് പറയാം. ഇപ്പോഴൊന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും താ ഈ ഫുട്ബോൾക്കാരെ, എന്തെങ്കിലും താ. നമ്മൾ കുറേ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടണേ, റൊണാൾഡോ എന്നെ കിട്ടണേ, കുറേ പ്രാർത്ഥിക്കണം ഗൈസ്. എന്തോ വന്നിട്ടുണ്ട് ഗൈസ്. എന്തോ റെയിൻബോയൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഏതൊരു പ്ലെയറിനെ കിട്ടിയെന്നാണോ എനിക്ക് തോന്നണേ ഗൈസ്. റൗളിൽ കിട്ടി ഗൈസ്. ഓ പെട ഗൈസ്, കിടിലൻ ഗൈസ്. നമുക്ക് ആദ്യമായിട്ടൊരു പ്ലെയറിനെ കിട്ടി ഗൈസ്. റൗളിന് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല.
പ്ലെയറിനെ ഡീൽ ചെയ്തു. ഓ ബിഗ് ടൈം കാർഡ്. എൻ്റെ ആദ്യമായിട്ടാണ് ഗൈസ് ബിഗ് ടൈം കാർഡ് കിട്ടണേ. പേടാട്ടോ. നമ്മളിനി ഇവനെ വെച്ച് കളിപ്പിക്കല്ലോ, പവറാക്കാം. നമുക്ക് ഇനി 3 കൂടി ഉണ്ട്. ഇതിൽ ആറിനേലും കിട്ടണം. ഇതിലും കൂടി കിട്ടിയ മുതു ലാഭമാവും ഗൈസ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട, നല്ല ലക്കുണ്ടാവില്ലേ ഗൈസ്? കിട്ടിയിട്ടില്ല. ഒരെണ്ണം കൂടി കിട്ടാണെങ്കിൽ ലക്കോട് ലക്കാവും ഗൈസ്. പറ്റും, അടിപൊളിയും ഗൈസ്. ഇപ്പം നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുമെന്നറിയില്ല. കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ പ്രാർത്ഥിപ്പിച്ച് തന്നെ കിട്ടിയിട്ട് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ ഇതിനെ പ്രാർത്ഥിക്കാം ഗൈസ്. കിട്ടണേ ഗൈസ്, കിട്ടണേ. നമുക്ക് ഇത്ര അധികം പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. എന്നിട്ട് ഉണ്ടാവും ഇവനാണ് നമുക്ക് കിട്ടിയ റൗളിന്. നമുക്ക് ഞാൻ റോബർട്ടോ കാർലോസിനെ കിട്ടിയ അടിപൊളിയായിരിക്കും. പിന്നെ ബെക്കാമിനെ കിട്ടിയ അടിപൊളിയായിരിക്കും. റോബർട്ടോ കാർലോസിനൊക്കെ കണ്ടപ്പോൾ വിറയ്ക്കും ഓപ്പോസിറ്റ് ടീം. കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് കറക്കി നോക്കാം. 2 കൂടി ഉണ്ട് ഗൈസ്. ഞെക്കി പിടിച്ചൊരു കറക്ക് കറക്കാം. കിട്ടിയാൽ മതിയായിരുന്നു. ഓ പോയി ഗൈസ്, പോയി. അടുത്താണ് ലാസ്റ്റ് ചാൻസ്. അതിൽ കിട്ടിയില്ലെങ്കിൽ എല്ലാം പോയി ഗൈസ്. ഒരാളെ നമുക്ക് കിട്ടി. ഇനി ഒരാളിനോടെയും കിട്ടുമെന്ന് നോക്കാം ഗൈസ്. അവസാനത്തെ കറക്ക് ഞെക്കി കറക്കിണ്ട് ഗൈസ്. കിട്ടുമെന്ന് അറിയില്ല. കിട്ടണേ കണ്ണടച്ച് പിടിച്ചു ഞാൻ ഗൈസ്. പോയി ഗൈസ്. കണ്ണ് തുറന്നപ്പോൾ പോയി. നമ്മൾ 9 പ്ലെയറിനെ ഇറക്കിയപ്പോൾ കണ്ടോ ഗൈസ്. ഇനി നമുക്ക് കാർഡ് കിട്ടാണ്ട് കളിച്ചിട്ടഞ്ഞ് കിട്ടല്ലോ. 9 പിന്നെ നമ്മൾ കറക്കി. അതിൽ നമുക്ക് കിട്ടിയത് റൗളിനെയാണ് ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. നമുക്ക് അവനെ നമ്മുടെ ടീം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അവനെ ഇതാക്കാം, കൂട്ടാം. നമുക്ക് അവൻ്റെ സ്റ്റാറ്റ്സൊക്കെ നമുക്ക് ടീം കാണിച്ചു തരാം ഗൈസ്. ടീമിൽ ഇവരൊക്കെയാണ് ഉള്ള ഗൈസ്. ഇത് സുവാരസിനാണ് ഞാൻ പൊട്ടങ്ങനെ. അത് മറ്റേ ഈ മെസ്സിയുടെ കാർഡ് മേടിച്ചപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഇതിപ്പോൾ അത്യാവശ്യം പെട മെസ്സിയാണ്. പിന്നെ ലെഫ്റ്റിൽ നമ്മുടെ നെയ്മറാണ് കളിക്കുന്നത്. AMF നമ്മുടെ മർഡോണ. പിന്നെ ബെല്ലിംഗാം എപ്പോഴും റോള് മാറിയിട്ടാണ് കിടക്കുന്നത്. ബെല്ലിംഗാം CMF, ഗാർഡിയോൾ DMF, പിന്നെ CB നമ്മുടെ ഡിലൈറ്റും ഇവനൊക്കെയാണ്. ഡിലൈറ്റും വേണ്ടിക്കും. പിന്നെ ഇത് മറ്റേ ഡേവിസ്, പിന്നെ ഇത് വൈറ്റ്, ഇത് കോർപ്പസ്. ഇവരൊക്കെയാണ് ആൾക്കാർ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷനിൽ ബെർക്കാമ്പുണ്ട്. പിന്നെ ഇവൻ്റെ പേരുന്നിട്ടായിരുന്നു VR ഉണ്ട്, പെഡ്രി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, റൂബൻ ഡിയാസ് ഉണ്ട്, നെവസ് ഉണ്ട്, ബെർണാഡോ സിൽവ ഉണ്ട്, ഇവണ്ട്, പിന്നെ ജമാൽ മുസിയാലുണ്ട്, ഡീബ്രൂ ഉണ്ട്, ടെർ സ്റ്റീഗൻ ഉണ്ട്, പിന്നെ ബ്ലേഡൊക്കെ ഉണ്ട് ഗൈസ്. ഇവരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഉള്ള സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് മറ്റേ റൗളിനെ കൂട്ടാൻ ഗൈസ്. ഉണ്ടാവുക ഹെൻറിയൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ എടുക്കുന്നു ഗൈസ്. റൗൾ നമുക്ക് ഇവനെ ഇപ്പോൾ തലക്കാലം ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിടാം, എന്നിട്ട് കൂട്ടാം. ആദ്യത്തെ ബിഗ് ടൈമാണ് ഗൈസ്. നമുക്ക് കൂട്ടാം. തൊണ്ണൂറെണ്ണൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അത്യാവശ്യമായി ഗൈസ്. ഇനി ഒരു ചെറുതോണി കൊടുത്താൽ മതിയായിരിക്കും. 1000 കൊടുത്തു നോക്കാം. ഇനി ഒരു 100 കൊടുത്തു നോക്കാം. 2 100-ൻ്റെ കേസല്ലോ കൊടുക്കാം ഗൈസ്. നമ്മളവനെ സ്റ്റാറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ ഇതാക്കാം, ഫുള്ളാക്കാം. അയ്യോ ഇതിലല്ലേ പറയാം ഗൈസ്. ചെക്കൻ 60 എണ്ണം ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് നമ്മൾ ഈ ആക്ഷൻ കൊടുത്തിട്ട് സെക്കൻഡിൽ അടിച്ചാൽ മതി. അപ്പോൾ അവർ തന്നെ ആക്കി വരും.
കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അറ്റാക്കിന് അവയർനെസ് കൂടുതലാണ്, ബോൾ കൺട്രോൾ കൂടുതലാണ്, ഡ്രിബിളിങ് കൂടുതലാണ്. ഫിനിഷിങ് 91 കേട്ടോ. ഹെഡിങ് ഇതൊക്കെ ഹെഡിങ് സെറ്റ് പീസ് ടാക്ലിങ് കേളൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ GK അവയർനെസ് കൂടിയുണ്ട് ഗൈസ്, അത് നമുക്ക് കുറച്ചിടാം. GK അവയർനെസ് ഒക്കെ എങ്ങനെ കൊടുത്തതെന്ന് അറിയില്ല ഗൈസ്. എന്താണ് അഗ്രഷനും പിന്നെ വേറൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇതെന്താണ് ഇതെന്തിനാ കൂടിയത്? വീട്ടിൽ ഗൈസ് ഇതിലെന്താ കൂടണേ നോക്കാം. ഇതിലെന്താ കൂടണേ? ഹോസ്റ്റൽ പാസ് കൂടിയുണ്ട് ഗൈസ്. അപ്പോൾ കൂടുതലുള്ളതെന്ന് പറഞ്ഞാൽ അറ്റാക്കിങ് അവയർനെസ്സും പിന്നെ ഫിനിഷിങ് ഒക്കെയാണ്. പിന്നെ ഇവിടെ ഉള്ളതൊക്കെ നമ്മൾ കളിച്ചൊക്കെ ഗൈസ്. ചെക്കനെ വെച്ചിട്ട് ചെക്കനെ ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടീമിലിടാം ഗൈസ്. 101 ഗൈസ്. ചെക്കൻ ടീമിൽ കയറിയപ്പോൾ 101 ഗൈസ്. അത്യാവശ്യം കുഴപ്പമില്ല. റൗള് ആദ്യത്തെ ബിഗ് ടൈമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾ മാക്സിമം ലൈക്കൊക്കെ അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.